ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു വേ ഓഫ് കുക്ക്. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് അയക്കൂറ വെച്ചിട്ടൊരു ഫിഷ് ബിരിയാണിയാണ്. ഫിഷ് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് മസാല എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് നോക്കാം. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 3/4 ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, 1 ടേബിൾ സ്പൂൺ നാരങ്ങ നീര്, ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതിന് ശേഷം കട്ട് ചെയ്ത് വെച്ചേക്കുന്ന മീനിലേക്ക് മസാല ഫുള്ള് പുരട്ടി കൊടുത്തതിന് ശേഷം അരമണിക്കൂർ നമുക്ക് മാറ്റി വയ്ക്കാം. മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ഫിഷ് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായി ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണയിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. പാനിലേക്ക് വെച്ച് മീനുകളെല്ലാം അപ്പുറം ഇപ്പുറം മറിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അതേ പാനിൽ തന്നെ നമുക്ക് മസാലയും ചെയ്തെടുക്കാം. ഇതിലേക്ക് കുറച്ചുകൂടി എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായി കഴിയുമ്പോൾ 1/4 ടേബിൾ സ്പൂണോളം ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവ മൂത്ത് കഴിയുമ്പോൾ കറിവേപ്പില ഇട്ട് കൊടുക്കാം. 3 സവാള ചെറുതായി അരിഞ്ഞത് ഇതിലേക്കിട്ട് വഴറ്റാം. സവാളയിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ഇട്ട് വഴറ്റാം. 4 പച്ചമുളക് മുറിച്ചതും 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആക്കിയതും കൂടി ഇതിലേക്കിട്ട് വഴറ്റാം. ഉള്ളി വഴറ്റതിന് ശേഷം അതിലേക്ക് 2 തക്കാളി ചെറുതായി അരിഞ്ഞത് കൂടി ഇട്ട് വഴറ്റിയെടുക്കാം. തക്കാളി നന്നായി വെന്ത് വരുന്നത് വരെ വഴറ്റിയെടുക്കാം. കാൽ ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടേബിൾ സ്പൂണോളം മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഉള്ളിയിൽ നേരത്തെ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഉപ്പ് നോക്കിയതിന് ശേഷം ആവശ്യമെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ നാരങ്ങ നീരും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം. ഫ്രൈ ചെയ്ത് വച്ചേക്കുന്ന ഫിഷ് കൂടി ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഇപ്പം നമ്മുടെ മസാല റെഡിയായി. ഇനി റൈസ് എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് നോക്കാം. ഇതിനായിട്ട് ഒരു ബിരിയാണി പോട്ട് അടുപ്പിലേക്ക് വെച്ച് അതൊന്ന് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. 3 ടേബിൾ സ്പൂണോളം വെജിറ്റബിൾ ഓയിൽ കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് സ്പൈസസ് എല്ലാം കൂടി ഇട്ട് കൊടുക്കാം.
ഇതൊന്ന് ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് ഒരു സവാള അരിഞ്ഞത് കൂടി ഇട്ട് വഴറ്റിയെടുക്കാം. അര ടേബിൾ സ്പൂൺ സാജീരകം കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഉള്ളി ബ്രൗൺ നിറം ആകുമ്പോൾ 1 കപ്പ് അരിയാണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. അതിന് 2 കപ്പ് വെള്ളമാണ്, ഞാൻ തിളപ്പിച്ച വെള്ളമാണ് യൂസ് ചെയ്യുന്നത്. ഈ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വെള്ളത്തിന് ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. വെള്ളം തിളച്ചതിന് ശേഷം കഴുകി 15 മിനിറ്റ് കുതിർത്തി വെച്ചിരുന്ന അരിയാണ്. ഇത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. റൈസ് ഇട്ട് തിള വന്നതിന് ശേഷം 1 ടേബിൾ സ്പൂൺ നാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കാം. മുക്കാൽ വേവ് ആയതിനു ശേഷം മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് അടച്ചു വെച്ച് വേവിക്കാം. വെള്ളമെല്ലാം വറ്റി റൈസ് നന്നായി വെന്ത് വന്നിട്ടുണ്ട്. കളറിന് വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടി കലക്കി വെച്ചേക്കുന്ന വെള്ളമാണ്, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മല്ലിയില അരിഞ്ഞത് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നെയ്യ് കൂടി ഒഴിച്ചു കൊടുക്കാം. മസാല കൂടി ഇതിന് മുകളിലേക്ക് വെച്ച് 15 മിനിറ്റ് ദം ചെയ്യാൻ വയ്ക്കാം. പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞു. ദം നമുക്കൊന്ന് പൊട്ടിച്ച് നോക്കാം. മസാലയെല്ലാം നന്നായിട്ട് ദമ്മായിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള അയക്കുറ ബിരിയാണി റെഡിയായി. ഈ വീഡിയോ കണ്ട് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണേ. ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നത് എങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്തിടാനും മറക്കരുത്.